ഇന്ന് ഓണമായിട്ട് വീട്ടിൽ പോയി സദ്യ കഴിക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല. അതെങ്ങനാ കൂടെ ഉള്ള ഒരു കൺട്രാക്ട് ക്ലബിന്റെ പരിപാടിക്ക് മാവേലിയുടെ വേഷം കെട്ടി പോയിക്കുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ പോവായിരുന്നു. ആ കാലം എവിടെ പോയി കിടക്കണോ എന്തോ. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. കൈ കാണിച്ചു മതിയെങ്കിൽ ആണി ഒന്ന് ഇളക്ക്. ആണി ഇളക്കാനാ? അയ്യോ കൺട്രാക്ടല്ലായിരുന്നോ? അയ്യോ ഞാൻ വിചാരിച്ച എന്റെ കൺട്രാക്ട്. അങ്ങനെ ഈ ക്ലബിന്റെ പരിപാടിക്ക് മാവേലിയുടെ വേഷം കെട്ടിപ്പോയി. ഇത് ഏത് ക്ലബിലെ മാവേലി? മാവേലി അല്ല, ഞാൻ യമൻ. പുളിപ്പില്ലാത്തതാണെങ്കിൽ ഒന്ന് എനിക്ക്. ലെമൺ. ഞാൻ ലെമൺ അല്ല, ഞാൻ കാലൻ. ഞാൻ പ്രഭയെ കാണാൻ വന്നത്. നാറി, നീയാണപ്പൊ പാതി രാത്രിക്ക് എന്റെ ഭാര്യ പ്രഭയ്ക്ക് മെസ്സേജ് അയക്കണല്ലേ? അയ്യോ പ്രഭയല്ല, ഞാൻ പ്രജയെ കാണാൻ വന്നതാണ്. ഇത്രയും നേരമായിട്ട് രണ്ടെണ്ണം ഇവിടെ വായിട്ട് അലച്ചിട്ട് ഇവിടെന്നെങ്കിലും ഒരു ചിരി കേട്ടല്ല. അല്ല, എല്ലാ പ്രാവശ്യം മാവേലിയാണ് ജനങ്ങളെ കാണാൻ പറഞ്ഞത്. കാലം വന്നതിന്റെ ഉദ്ദേശം നീ അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ? ഇല്ല. എടാ മാവേലി പാതാളത്തിൽ ഇങ്ങനെ ചുരണ്ടി 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 മെളിൽ വന്നത് എവിടെയെന്നറിയാമോ? പൂജപ്പുര സെൻട്രൽ ജയില്. അങ്ങനെ പോലീസ് പിടിച്ച് അകത്തിട്ടിക്കണ്. പോലീസുകാരന്മാരത്ത് പറയണ്ടേ ഞാൻ മാവേലിയാണ് പ്രജകളെ കാണാൻ വന്നതെന്ന്? പറഞ്ഞ്. അപ്പൊ പോലീസുകാർ പറഞ്ഞ എന്താന്നറിയാമോ? ഇതുപോലെ തുറന്നു പറഞ്ഞ മൂന്നാമത്തെ മഹാബലിയാണെന്ന്. പോയി ശല്യക്കണക്കെ. അങ്ങനെ കേരളത്തിൽ മാവേലിക്ക് പകരം ഇത് എന്നെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്റെ അടുത്ത് വരാൻ കാരണം നിന്റെ സമയമെടുത്ത്. ഇന്ന് 12 മണിക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. ഞാൻ വരൂല, എനിക്ക് ഓണമായിട്ട് വീട്ടിൽ ഓണസദ്യ കഴിക്കാൻ പോണത്. ഞാൻ നിന്റെ അച്ഛൻ വീട്ടിൽ കൊണ്ടുപോകാൻ വിളിച്ചല്ല. ഞാൻ വരൂല. അല്ല, എത്ര മണിക്ക് കൊണ്ടുപോകണം പറഞ്ഞാ? കൃത്യം 12 മണിക്ക് ഞാൻ കൊണ്ടുപോകും. 12 മണി? അതിന് ഇനിയും സമയമുണ്ട്. കാലന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് നിക്കണല്ലോ. അല്ല, കാലം വല്ല കഴിച്ചായിരുന്നാ? ഞാൻ വരുന്ന വഴിക്ക് പാലും മുട്ടയും കഴിച്ച്. തമ്പിച്ചേണ്ട കടയെന്നാ? അല്ല, ഞാൻ യമലോകത്തുനിന്ന്. അവിടെ പാലും മുട്ടയൊക്കെ ഉണ്ടോ? എടാ, ഇവിടെ ചത്ത കോഴിയും പശുവൊക്കെ ഇവിടെ പറഞ്ഞ അവിടെയല്ലേ പറഞ്ഞത്. അപ്പൊ അവിടെ കിട്ടും പാലും മുട്ടയും എല്ലാം. ഇതൊക്കെ കഴിച്ചിട്ടാണ് ചുണ്ടലേക്ക് കോസ്റ്റ്യൂം ഇട്ടാണെങ്കിൽ കാലം വന്നത്. ഞാൻ ഈ കാലം എന്ന് പറഞ്ഞ നല്ല ആരോഗ്യം, നല്ല ശരീരമൊക്കെ ഉള്ള ആളല്ലേ? എടാ അപ്പൊ ഞാൻ നല്ല ആരോഗ്യമുള്ളതാണ്. ഈ കാലിനൊരു ശക്തിയുണ്ട്. നമുക്ക് കൂട് വിട്ട് കൂട് മാറാം. എന്റെ അച്ഛനും അങ്ങനെയായിരുന്നു. അത് വീട് വിട്ട് വീട് മാറായി. എടാ നമുക്ക് ആരെങ്കിലും ദേഹത്ത് കയറാൻ പറ്റും. കയറി കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വിശന്ന് നടന്നു പറഞ്ഞ സമയത്ത് ഒരുത്ത ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നു. അവനെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആ ഒരു തീറ്റ പണ്ടാരോന്ന്. ചെന്ന് കയറി കൊടുത്ത്. എന്നിട്ട് പിന്നീടാണ് മനസ്സിലായത് അപ്പൊ ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ സത്യാഗ്രഹം കിടക്കുന്ന ആളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒന്നും കഴിക്കാതെ പട്ടിണിയാണ് ഞാൻ ഈ കോലം. അല്ല, ഈ കാലം വരുമ്പോ എപ്പോഴും പോത്ത് വരും. പോത്തിനെ കണ്ടില്ലല്ലോ. പോത്തിന്റെ കാര്യം നീ ഒന്നും പറയല്ലേ. എടാ, ഞാനും എന്റെ പോത്തും കൂടെ നടന്നു വരായിരുന്നു. എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി. അപ്പൊ ഞാൻ എന്റെ പോത്തിനെ ഒരു മരത്തിൽ കൊണ്ട് കെട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഈ കാക്കയെല്ലാം കൂടെ തൂറി എന്റെ പോത്തിനെ വെളുപ്പിച്ച് പെട്ടെന്ന് തന്നെ ഒരു വണ്ടി ചീറിപ്പാഞ്ഞു വന്നിട്ട് എന്റെ പോത്തിനെ കൊണ്ടുപോയി. കാലന്റെ പോത്താണെന്ന് അറിഞ്ഞിട്ട് ആരോ മനഃപൂർവ്വം ചെയ്തതാ. ആളെയൊക്കെ എനിക്ക് മനസ്സിലായി. ആര്? ഞാൻ നോക്കിയപ്പോ വണ്ടിയിൽ എഴുതി വെച്ചിരിക്കണ് മഞ്ജു പിള്ള ഫാം എന്ന്. ആ പോത്തിനെ കൊണ്ടുപോയിക്കണ്. എന്തിനെന്നറിയാമോ? അത് വെള്ള പോത്താണെന്നും പറഞ്ഞ് സാബുവിന് മറച്ചു വിൽക്കാനുള്ള ബിസിനസ് മൈൻഡ്. യമരാജൻ, അടിമാലിയിലെ യോവന ഏതാനും നിമിഷങ്ങൾക്കകം മരണപ്പെടും. എത്രയും പെട്ടെന്ന് അവരുടെ ആത്മാവുമായി യമപുരിയിലെത്തുക. ഞാൻ വരൂല. നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ കേരളത്തിൽ മാവേലിക്ക് പകരം ഒരു ദിവസം എന്നെ ഡ്യൂട്ടിക്ക് ഇട്ട് പിന്നെ ഇവനെ കൂടെ കൊണ്ടുപോകണം. പിന്നെ അല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. അപ്പൊ അവിടെ ഒരു മരണത്തിന്റെ ഒരു കോൾ ഉണ്ടെന്നല്ലേ കേട്ടത്? കാലന്നതിപതിയിതിലേവാ ഈ മരണ കിണറുകൾ കയറിവാ. നാടിൻ കാലന്നാകുവാൻ എന്തോമനെ കൊണ്ടുപോ. കുടക്കരക്കി നീരിങ്ങിട് അടിമാലിയിൽ പോയിടോ. നിനക്കൊരു കുടം മോരുമാ നിന്നമ്പിളി വരവരവായി. ഓഹോ യമൻ, ഓഹോ ഞാനൊരു യമൻ, പുതുജന്മം നേടിയ യമൻ. ഓ യമൻ, ഞാനൊരു യമൻ. ഇതുപോലെ നിന്നെ ഞാൻ കൊണ്ടുപോകും. ഞാൻ വരുന്നില്ല. ആദ്യം ഓമനെ കൊണ്ടുപോയി, ഇല്ലെങ്കിൽ ഓമനെ വേറെ ആരുടെങ്കിലും പോകും. 75 വയസ്സായ ഓമൻ ആരും കൊണ്ടുപോകൂല. കാലം എന്നെ കൊണ്ടുപോകല്ലോ. എനിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ല. അവരൊക്കെ എവിടെ പോയടാ? അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി. എടാ, നിന്റെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചാ നീ എങ്ങനെ ഉണ്ടായി? ഞാൻ എഴുതിയിട്ട് വള്ളിയിട്ട് ഇല്ലേ? ഞാൻ എഴുതിയപ്പോ വള്ളി. എന്ത് കാല? നീ ഇപ്പൊ പറഞ്ഞ ചീഞ്ഞ കൗണ്ടർ ഞാൻ നോട്ട് ചെയ്തു. എന്തിന്? ഇതിനുള്ള ശിക്ഷ നിനക്ക് ഇവിടെ വെച്ചല്ല, ഞാൻ അവിടെ വെച്ച് തരും. എടാ, ഞാൻ ചോദിച്ചത് നിന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ നീ എങ്ങനെ ഉണ്ടായെന്ന്. അയ്യോ അങ്ങനെയല്ല, ഞാൻ ചെറുപ്പമായിരുന്നപ്പോ അച്ഛൻ മരിച്ചുപോയെന്ന്. എങ്ങനെയാടാ? അച്ഛൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഒരു സ്വപ്നം കണ്ട്. എന്തൊരു സ്വപ്നം? വെള്ളത്തിൽ വീണ് മരിക്കണതായിട്ട്. എടാ മണ്ട, നിന്റെ അച്ഛൻ കണ്ടത് സ്വപ്നമല്ലേ, പിന്നെ എങ്ങനെ വെള്ളത്തിൽ വീണ് മരിക്കും? അങ്ങനെ 6 മുള വള്ളത്തിരുന്നായിരുന്നു സ്വപ്നം കണ്ടത്. ഇത് കഴിഞ്ഞ് ഈ മരണമൊക്കെ കഴിഞ്ഞിട്ട് അമ്മ എന്നെ ഗൾഫിൽ പറഞ്ഞിട്ട് എനിക്ക് അവിടെ പെട്രോൾ പമ്പിലായിരുന്നു ജോലി. മാസം 80,000 രൂപ ശമ്പളം.
2 മാസം കഴിഞ്ഞപ്പോ ശമ്പളം കുറഞ്ഞ് ഞാൻ പണി അങ്ങ് നിർത്തി. ആന്ധ്ര പെട്ടെന്ന് ശമ്പളം കുറയാൻ കാരണം അവിടുത്തെ ക്യാഷ് കൗണ്ടറിൽ ക്യാമറ വെച്ചെന്നേ. അല്ലെങ്കിൽ എനിക്ക് ഈ പെട്രോളും ഇഷ്ടമല്ലടാ. അതെന്ത്? എന്തിനാണ് അവര് ഡീസലിനെ ഒറ്റപ്പെടുത്തുന്നത്? ഡീസലിനെ ഒറ്റപ്പെടുത്തണ? ഇന്നേ വരെ ആരെങ്കിലും പെട്രോൾ പമ്പിന് ഡീസൽ പമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാ? ആ ഫോൺ എടു. ഡീസൽ കോമഡി അടി 1-1 മുകളിൽ ചെല്ലുമ്പോ 2 പേർക്ക് ശിക്ഷ കിട്ടുക. ഇനി നമുക്ക് എത്ര മേഘം ഇവിടെ നിന്ന് പോവാം? എന്ത്? അല്ലെങ്കിൽ എന്റെ പോയിന്റ് കൂടും. അതാ നല്ലത്. കൊണ്ടുപോകാൻ വന്നതാണോ ഞാൻ പെണ്ണെ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. ഞാൻ വരൂല. അയ്യോ, നന്മയുള്ള കാലൻ ബദിരന് മോഹനമായി ആരടുത്തോ സംസാരിക്കണം. പാപം. കല. ഓ, ആര്? ഭാര്യടാ. ആരുടെ? ആരുടെയോ പന്ന കാലൻ. ഉമ്മേ, അടുത്ത ആള് നിൽക്കുന്നു. പിന്നെ തരാം. പിണങ്ങല്ല, തരാം. ഓ കല. ഉലോ. ഉലോയാ? നമ്മള് ചില നേരത്ത് ഉലോയും പറയും, ഹലോയും പറയും, കിലോയും പറയും. നീ പോടാ വെച്ചിട്ട് ഞാൻ പിന്നെ വിളിക്കാം. ബൈ. നീ എത്ര വാങ്ങിട്ട് ഇവിടെ. ഞാനാ കാലം, നീ ആ കാലം. നിങ്ങള് പിന്നെ നിങ്ങൾ ചിരിക്കണേ. നീ എന്നെ എത്ര മണിക്ക് കൊണ്ടുവന്ന് പറഞ്ഞോ? കൃത്യം 12 മണിക്ക് നിന്ന് ഞാൻ കൊണ്ടുപോകും. എന്നാ വലിച്ചതാ 1 മണിയായി. എനിക്ക് ഓണത്തിന് വീട്ടിൽ പോണം, ഓണസദ്യ കഴിക്കണം. അപ്പം കല, ഹാപ്പി ഓണം. പോവല്ലേടാ. ഞാൻ പോവും. എടാ നീയും പോയി, എന്റെ പോത്തും പോയി. ഞാൻ എന്തിനായോടാ? നിങ്ങളെ പോത്ത് ഞാനല്ല കൊണ്ടുപോയി, മഞ്ജു പിള്ളേനെ കൊണ്ടുപോയി. ചോരങ്ങോട്ട്. മഞ്ജു പറമ്പിൽ നിന്നും എന്റെ പോത്തു കുട്ടിയെ പിടിച്ചോണ്ട് പോയി. കേക്കണോ സാബുവേ, മഞ്ജു പോത്തിനെ പിടിച്ച കഥ, വെള്ള പോത്തു കുട്ടിയെ പിടിച്ച കഥ.